എല്ലാ പുണ്യാത്മാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അത്ഭുതങ്ങളുടെ പുലർക്കാല യാത്ര എന്ന ഈ പ്രോഗ്രാം ഏകദേശം 9 മാസമായി കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ കുലത്തിനു മുകളിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് വീഴ്ത്തിയ ഒരു ഭയം ആ ഭയമാണ് മനുഷ്യന്റെ മുഴുവൻ കഷ്ടപ്പാടുകൾക്കും പിന്നിൽ എന്നാണ് നമ്മൾ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10 മാസം 10 മാസമാവണല്ലേ. ഈ ഭയമാണ് മനുഷ്യനെ, അവന് കാര്യങ്ങൾ മനസ്സിലായിട്ടും അതിൽ നിന്നും പുറത്തു കടക്കാനുള്ള തടസ്സവും ഈ ഭയം തന്നെയാണ്. കാര്യങ്ങളെല്ലാം അറിയാം, എല്ലാം മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അപ്പോഴും ഒരു ഭയം. ഈ ഉണർവിന്റെ ഘട്ടത്തിലെ എല്ലാ അസ്വസ്ഥതയും ആ ഭയത്തിൽ നിന്നുള്ളതാണ്. ഉണർവിന്റെ ഘട്ടത്തിലും ഒരു ഭയം. നിങ്ങൾ ആരെങ്കിലും മാറിയെങ്കിൽ അത് വലിയൊരു ഘട്ടമാണ്. നിങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട്, ചുരുങ്ങിയ മാസം കൊണ്ട് താണ്ടിയത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഭയം മനുഷ്യകുലത്തിനു മുകളിൽ ഒരു കറുത്ത വലിയ ഒരു മറ തീർത്തിട്ട് ആ മറയ്ക്ക് തൊട്ടു മുകളിൽ ഒരു ഒരു സൃഷ്ടാവിനെ പ്രതിഷ്ഠിച്ചിട്ട് ആ സൃഷ്ടാവിൽ നിന്നും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി. ആ ഭയം പരമ്പരാഗതമായി മക്കളിലൂടെയും ചെറുമക്കളിലൂടെയും എല്ലാം പകർന്ന് 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 ദൈവഭയം എന്ന അതിക്രൂരമായ അനുസരണത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും അച്ചടക്കത്തിന്റെയും മാത്രം വഴിയിലേക്ക് മനുഷ്യനെ തിരിച്ചുവിട്ടു. അതും നാച്ചുറൽ ആയിട്ടാണ്. അതിലും നമുക്കതിനെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് അത്ര ക്രൂരനും നീചനും, വളരെ ചെറിയൊരു കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനും, ഒരു കാരണവുമില്ലാതെ സ്വന്തം കുട്ടികളെ പോലും, പെൺകുട്ടികളെ ക്രൂരമായി കൊല്ലുന്നവനും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗോത്രങ്ങളുടെ പേരിൽ ആക്രമിക്കുന്നവരും ഭാഷയുടെ പേരിൽ ആക്രമിക്കുന്നവരും, തീർത്തും നീചനായ ഒരു മനുഷ്യർക്ക് വന്ന നിയമങ്ങളെ ഇത്രയും ലൈറ്റായിട്ടുള്ള, ഇത്രയും ദയയുള്ള, ഇത്രയും കാരുണ്യമുള്ള മനുഷ്യർ എന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതല്ല, നിങ്ങൾ ഇപ്പോഴും അതേ ഗോത്രവർഗങ്ങളുടെ അതേ മാനസികാവസ്ഥയിൽ സ്വന്തം കുട്ടിയെ കൊല്ലുന്ന
വളരെ ചെറിയൊരു വിഷയത്തിന് അയൽവാസിയുമായി വഴക്കുണ്ടാക്കുന്ന, വളരെ ചെറിയൊരു വിഷയത്തിന് സ്വന്തം കുടുംബത്തിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പഠിക്കുന്ന പാഠം നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. നിങ്ങൾ കാരുണ്യമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ, സ്നേഹമാണ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുള്ള വികാരം എന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ആ ഭയം വല്ലാത്തൊരു ഭയമാണ്. യഥാർത്ഥ ദൈവത്തെ മറച്ച് അതിനപ്പുറത്ത് വേറൊരു ദൈവത്തെ സൃഷ്ടിച്ച്, ആ ദൈവം ആരുടെ ദൈവമാണേലും മനുഷ്യനെ ശിക്ഷിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ക്രൂരമായി കത്തിക്കുകയും കരിക്കുകയും, നിന്റെ വളരെ ചെറിയൊരു തെറ്റ്, ഒരു 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 വളരെ ചെറിയ ഒരു ഒരു മുടി കണ്ടതിന്, അല്ലെങ്കിൽ ഒരു വെള്ളം തൊടാത്തതിന്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് നിങ്ങളെ കരിച്ച് കത്തിച്ച് കളയുമെന്ന ഭയം, കാരുണ്യവാനായ കാരുണ്യനിധിയായ എന്താണോ ആ ശക്തി, അതിനെ മറയ്ക്കുന്നതാണ് എന്ന് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ആ ഭയം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും വിടാൻ കഴിയില്ല. എല്ലാം വിടാതെ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടെത്താനും കഴിയില്ല. യഥാർത്ഥ ഈശ്വരനെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എല്ലാം വിടണം. എല്ലാം വിടണമെന്നുണ്ടെങ്കിൽ അതിന് ഭയമുണ്ടാകും. എല്ലാ മതഗ്രന്ഥങ്ങളും പറഞ്ഞത് നിങ്ങളെല്ലാം വിടാനാണ്. അതാണ് പൂർണ്ണ സമർപ്പണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഞ്ചോടിഞ്ച് പിന്തുടരുന്ന കാര്യങ്ങൾ, ബന്ധുക്കൾ, സ്നേഹനിധികളായ മക്കൾ, വലിയ കോട്ടം തട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ബിസിനസ്, എല്ലാം 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 വിടാനുള്ള ഭയമാണ്. അത് ഓട്ടോമാറ്റിക്കായി ഉള്ളിൽ നിന്ന് വരും. എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട എന്ന് തോന്നുമ്പോൾ അത് വിടാനുള്ളൊരു ഭയം ഉണ്ടാകും. അന്നേരം മനസ്സിൽ സംഘർഷം ഉണ്ടാവും. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ആ ഒരു സ്റ്റേജിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾക്ക് ആത്മധൈര്യമുണ്ട്. ആത്മാവിന് വളർച്ച കൊടുക്കേണ്ട, വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ആത്മാവ് പണ്ടേ വളർന്നതാണ്. ആത്മാവ് ആരും വളർത്തേണ്ട കാര്യമില്ല. ആത്മാവിനെ ഉണർത്തിയാൽ മതി. ആത്മധൈര്യമുണ്ട്, എന്നാൽ മാനസിക ധൈര്യമില്ല. മാനസിക ധൈര്യം എന്ന് പറയുന്ന സാധനം ഇന്നും ഇന്നലെയല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യനിൽ ഇല്ലാതാക്കി വച്ചിരിക്കുകയാണ്. ആ ഭയപ്പെട്ട മനസ്സാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. അപ്പൊ ആത്മധൈര്യം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ മാനസികപരമായ ധൈര്യം എല്ലാവർക്കും ഇല്ല. ഈ മാനസികപരമായ ധൈര്യമാണ് ഏതൊരു വിഷയത്തിലും സ്റ്റഡിയായി നിൽക്കാനും നിരീക്ഷകനായി നിൽക്കാനും സ്നേഹത്തോടെ പെരുമാറാനുമുള്ള ധൈര്യം എന്ന് പറയുന്നത്. എല്ലാവരോടും സ്നേഹം, ശത്രുവിനോടും സ്നേഹം കൊടുക്കാനുള്ള ധൈര്യം എന്ന് പറയുന്നത് മാനസികപരമായ ധൈര്യത്തിലാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ വളരെ ചെറിയൊരു പ്രവൃത്തി മതി നിങ്ങളെ കുറേ താഴേട്ട് കൊണ്ടുപോകാൻ. ഭയം അജ്ഞാനമാണ്. കറക്റ്റ്. ബോധം വന്നു കഴിഞ്ഞാൽ ഭയമില്ലാതാകും. പക്ഷെ ബോധം എന്നത് ആത്മശക്തിയാണ്, വിൽ. ഈ പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്, ശരിയാണ്.
ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്, ഒരു വൈബ്രേഷൻ ഉണ്ട്. അതെന്താണ് വൈബ്രേഷൻ? ആ ധൈര്യം എങ്ങനെ വരും? ആ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് പുറപ്പെടുവിപ്പിക്കുന്ന തരംഗങ്ങളാണ്. ആ തരംഗങ്ങളാണ് നമ്മുടെ വൈബ്രേഷൻ. നമ്മുടെ ബോഡിയുടെ, നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ആത്മാവിന്റെ, ഇത് മൂന്നിന്റെയും കൂടി എന്താണോ നമ്മൾ പുറത്തേക്ക് വിടുന്നത്, അതാണ് നമ്മളിലേക്ക് വരുന്നത്. ഇത് മൂന്നും കൂടി നിങ്ങൾ സ്നേഹവും കാരുണ്യവും ആണ് പുറത്തേട്ട് വിടുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും. എന്ത് വൈബ്രേഷൻ ആണോ നിങ്ങൾ പുറപ്പെടുവിക്കുന്നത്, അതിന് പാകമായ വൈബ്രേഷൻ നിങ്ങൾക്ക് തിരിച്ചു വരും. ശരീരത്തിന് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെയാണോ ബോധപൂർവമല്ലാതെ ശരീരം വളരെ കൂളായി പുറത്തേട്ട് വിടുന്നത്, അതുപോലെ തന്നെ കൂളായി ഓക്സിജൻ തിരിച്ചു കയറ്റുന്നത്, അതുപോലെ തന്നെ ഉള്ളിലുള്ള സകല മോശം വികാരങ്ങളെയും ഇമോഷനുകളെയും നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് ഈ സമൂഹം തന്നതാണ്, നമ്മുടേതല്ല. നമ്മുടേതല്ല അത്. ദേഷ്യം, ആളുകളോടുള്ള പക, ആളുകളോടുള്ള വിദ്വേഷം, ഇതൊന്നും നമ്മുടേതല്ല. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായി പുറത്തേട്ട് വിടുമ്പോൾ ആത്മധൈര്യം തനിയെ മറ നീക്കി പുറത്തേട്ട് വരും. മറ വേറെ ആരോ വച്ചതാണ്. നിങ്ങൾ ആര് എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല ഈ ലോകത്തിന്. നിങ്ങളൊരു നിരീശ്വരവാദിയാണോ എന്നത് പോലും പ്രശ്നമല്ല. അതുപോലും ഈശ്വരൻ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ കാണുന്നില്ലേ ലോകത്ത്? പക്ഷേ ഒരു നിരീശ്വരവാദി വിശ്വാസി എന്ന് രണ്ട് ഘടകത്തിലല്ല ശരിക്കും ഈശ്വരനെയും ദൈവത്തെയും അള്ളാഹുവിനെയും കർത്താവിനെയും ഒന്നും അറിയുന്ന ഒരു മനുഷ്യൻ നിൽക്കേണ്ടത്. അത് സ്വബോധത്തിലാണ്. അതൊരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അതൊരു വിശ്വാസിയുടെ വഴിയല്ല, അത് നിരീശ്വരവാദിയുടെയും വഴിയല്ല. അത് അറിഞ്ഞവന്റെ വഴിയാണ്. അപ്പോൾ ഈ വൈബ്രേഷൻ നമ്മളിൽ നിന്നും പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല വൈബ്രേഷൻ ആണ് ഈ ലോകത്ത്. നമ്മൾ ആ ഓട്ടോ മോഡിലേക്ക് വന്നു എന്ന് എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെ തിരിച്ചറിയാം? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പിലും അദൃശ്യമായൊരു സഹായം തനിയേ വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അദൃശ്യമായൊരു സഹായം. നിങ്ങൾ ഈ വൈബ്രേഷൻ പുറത്തേട്ട് നിങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ നാച്ചുറലായി വരണം. നിങ്ങൾ നാച്ചുറലായി അത് ശ്വാസം എങ്ങനെയാണോ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നത്, അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ സമൂഹം ഇട്ട് തന്നിട്ടുള്ള ഈ ഭയം എന്ന വികാരത്തെ, ആ ഭയം എന്ന വികാരത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന കോപം, പക, വിദ്വേഷം, അസൂയ, കുശുമ്പ്, പരദൂഷണം തുടങ്ങിയ വികാരങ്ങളെ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ പുറത്തേട്ട് വിടുമ്പോൾ ഓക്സിജനാകുന്ന ഒരു സഹായം, അതാണ് പുണ്യം. അത് മാത്രമാണ് പുണ്യം. അതാണ് പുണ്യം. അത് മാത്രമാണ് പുണ്യം. ആ പുണ്യം എന്ന് പറയുന്നത് എങ്ങനെ ഫീൽ ചെയ്യാം? പുണ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ അദൃശ്യമായ ഒരു കൈ, ഒരു കരം നിങ്ങളെ സംരക്ഷിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് അനുഭവിക്കാൻ കഴിയും. അദൃശ്യമായ ഒരു സഹായം തനിയെ വരുന്നത് അറിയാൻ കഴിയും. ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അതാണ് പുണ്യം. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. ചുമ്മാ പുണ്യം പുണ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ പൈസ വാരി കൊടുത്തു കഴിഞ്ഞാൽ പുണ്യമാവില്ല. ആ പുണ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. പുണ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു ഒരു താങ്ങ്, അതാണ് സമർപ്പണത്തിലൂടെ കിട്ടുന്ന താങ്ങ്. ഓട്ടോമാറ്റിക്കായി ഈ പറയുന്ന നിഷിദ്ധമായ, നിഷേധമായ വികാരങ്ങളെ, ഭയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന വികാരങ്ങളാണ് അതെല്ലാം. പലതരം ഭയമാണ് പലർക്കും. ദൈവത്തെക്കുറിച്ചുള്ള ഭയം ഒരു വിഭാഗത്തിന് മക്കൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, ഒരു വിഭാഗത്തിന് ഭാര്യ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം,
ഒരു വിഭാഗത്തിന് ഭർത്താവ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, ഒരു വിഭാഗത്തിന് സുഹൃത്തുക്കൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, ഒരു വിഭാഗത്തിന് സമ്പത്ത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, ഒരു വിഭാഗത്തിന് ആരോഗ്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. എല്ലാ ഭയത്തിൽ നിന്നുമാണ് അസൂയയും അപ്പൊ പൈസ നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ വേറൊരാളുടെ എടുക്കണമെന്ന് തോന്നും. അപ്പൊ ആ ഭയമാണ് 5000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യകുലത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തത്. അതാണ് കലിയുഗം. ഉം. എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ള ഭയം, അസുഖം വന്നാൽ ഭയം. ഇതെല്ലാം ചെറുപ്പത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. ഇത് നിങ്ങളിൽ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ നിരീക്ഷിച്ചില്ലെങ്കിലും ശരി, ഒന്നും ചെയ്തില്ലെങ്കിലും ശരി, നിങ്ങൾ രാവിലെ കൃത്യമായി നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി അത് നിങ്ങളിൽ ഇംപ്ലിമെന്റ് ആകും. ഓട്ടോമാറ്റിക്കായി ഇംപ്ലിമെന്റ് ആകും. നിങ്ങൾ തനിയെ തനിയെ നിങ്ങളുടെ ആ ഭയത്തിൽ നിന്നുള്ള മോചനം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ഭയത്തിൽ നിന്നും ഘട്ടം ഘട്ടമായി അത് നിങ്ങൾ എത്രത്തോളം ഡീപ്പാണ് അതിൽ എന്നതിനനുസരിച്ചിരിക്കും അതിലെ മോചനവും. എത്രത്തോളം ഡീപ്പിലാണ് നിങ്ങൾ ഉള്ളത് എന്നതിനനുസരിച്ച്, കാരണം വലിയ കുഴിയിലാണെങ്കിൽ കുഴിയിൽ നിന്ന് കയറി മുകളിലോട്ട് വരണ്ടേ. വലിയൊരു കുഴി കിടക്കുകയാണ്. വലിയൊരു കുഴിയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയൊരു കുഴിയാണ്. അതിന് മുകളിൽ ചപ്പും ചവറും എല്ലാം ഇട്ട് മൂടിയിട്ടുണ്ട്. അതിൽ നിന്ന് കയറി വരണ്ടേ ആ പൊട്ടക്കിണറ്റിൽ നിന്നും. അപ്പൊ കയറി വരാനുള്ള ഒരു ധൈര്യം, ആത്മധൈര്യം. ആ ആത്മധൈര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ധൈര്യമല്ല അത്. ആത്മധൈര്യം ഓൾറെഡി ഉള്ളിലുണ്ട്. പക്ഷേ മാനസികപരമായ ധൈര്യം അച്ചീവ് ചെയ്യേണ്ടതാണ്. മനസ്സിന്റെ ധൈര്യം എന്നത് അച്ചീവ്മെന്റ് ആണ്. ആത്മധൈര്യം ഓൾറെഡി ഉള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ അറിയാം ഇതാണ് സത്യം, എൻ്റെ വഴിയാണ് സത്യം, ഞാൻ ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്, ആവശ്യമുള്ളത് എന്താണ്, ആവശ്യമില്ലാത്തത് എന്താണ്. എൻ്റെ ദൈവത്തിന് എൻ്റെ അടിമത്തത്തിന്റെ ആവശ്യമില്ല എന്ന ബോധം, സ്നേഹമാണ്, യോജിപ്പാണ്, പങ്കാളിത്തമാണ് വേണ്ടത് എന്ന ബോധം. പങ്കുചേർക്കലല്ല പങ്കാളിത്തം എന്ന ബോധം. എല്ലാം തെറ്റിച്ചാണ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ആ പിടി പിടിച്ച് പുറത്തു വരാൻ. ഉടുമ്പ് പിടിച്ച വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയും 3,35,000 വർഷം ഉണ്ട് എന്നാണ് കലിയുഗത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ചിലരൊക്കെ പറയുന്നത്. അത്രയും വർഷമുണ്ട് എന്ന്. മനസ്സിലായില്ലേ? ലോകം ഫാസ്റ്റായി പോകുന്നത് കൊണ്ട് നമുക്ക് കാലം കടന്നു പോകുന്നത് മനസ്സിലാകുന്നില്ല. ഭയങ്കര ഫാസ്റ്റായി. കൃപായുഗം, സത്യയുഗത്തിന്റെ കാലം വളരെ പതുക്കെയാണ് പോയത് എന്നുണ്ടെങ്കിൽ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ കുറച്ചുകൂടി സ്പീഡായിട്ടാണ് പോയതെന്നുണ്ടെങ്കിൽ കലിയുഗത്തിൽ ഭയങ്കര ഫാസ്റ്റാണ്. പ്രാപഞ്ചിക നിയമം ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ അപ്ലൈ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ വലിയ മാനസികപരമായ ധൈര്യം അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. അത് അച്ചീവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പെട്ടുകിടക്കുന്ന ആ ജയിലിൽ നിന്നും പുറത്തു വരാൻ കഴിയൂ. നിങ്ങളുടെ കാലിപ്പോൾ, കാലിലെ ചങ്ങലകൾ പൊട്ടിക്കഴിഞ്ഞു, കയ്യിലെ ചങ്ങലകൾ പൊട്ടിക്കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുകയാണ് ആ ജയിലാണ് സത്യമെന്ന്. ആ ജയിലാണ് സത്യമെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിച്ച്
ഇപ്പോഴും അതില് നിങ്ങളെ കൊണ്ട് കൈകാൽ കെട്ടിയിട്ട് ചെയ്യിച്ചിരുന്ന ചില പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റാൽ ഇങ്ങനെ ചെയ്യണം, ഉച്ചയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, വൈകുന്നേരം ചെയ്യണം, രാത്രി ചെയ്യണം, അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത്ര ദിവസം നിങ്ങൾ ഇങ്ങനെ കിടക്കണം. വർഷത്തില് എല്ലാം എല്ലാം ജയിലാണ്. എല്ലാം ജയിലാണ്. നീ അല്ലാത്തതൊന്നും സത്യമല്ല. നീ സത്യമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ സത്യത്തെ നിനക്ക് തിരിച്ചറിയാൻ പറ്റും. നീ സത്യമാണ് എന്നത് മാത്രമാണ് സത്യം. ഇത്രയും വിശദമായി പറയാനേ ഇപ്പോ പറ്റുള്ളൂ. ഓരോരുത്തരുടെയും വിശദമായ കാര്യങ്ങൾ എന്നുള്ളത് അവര് സ്വയം കണ്ടെത്തേണ്ടതാണ്. അവരുടെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നല്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവികതയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ പൈശാചികതയുമുണ്ട്. ആ പൈശാചികതയെ മാറ്റി നിർത്തി നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവികതയെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ദൈവികത തന്നെയാണ് നിങ്ങളുടെ വഴികാട്ടി. പക്ഷേ പൂർണ്ണമായും എല്ലാം വിടാൻ നിങ്ങൾ തയ്യാറാകണം. അതാണ് ഈ ഹ്യൂമൻ ടെക്നോളജി പഠിപ്പിക്കാൻ വന്ന എല്ലാവരും പറഞ്ഞത്. ശ്രീരാമൻ അതാണ് കാണിച്ചു തന്നത്, പറഞ്ഞത്. ആ ശ്രീകൃഷ്ണൻ അർജുനനെ പഠിപ്പിച്ചതും മുഴുവൻ ഗീതോപദേശങ്ങളും ആ കംപ്ലീറ്റ് വിട്ടിട്ടുള്ള സറണ്ടറാണ്. അതുപോലെ തന്നെ മോശയും യേശുവും പഠിപ്പിച്ചത് അത് തന്നെയാണ്. മുഹമ്മദ് നബി നിങ്ങളോട് പറഞ്ഞതും പഠിപ്പിച്ചതും അത് തന്നെയാണ്. എല്ലാം വിട്ടിട്ടുള്ള സമർപ്പണം, എല്ലാം വിട്ടിട്ടുള്ള സമർപ്പണം. സറണ്ടർ. സറണ്ടർ എന്നാൽ കീഴടങ്ങലല്ല. ഈ ഉണർവിൽ തന്നെ ഒരു നിഴലുണ്ട്. ആ നിഴലാണ് വ്യാജസത്വം. അത് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിന്നെ ദൈവം ശിക്ഷിക്കും, നിന്നെ ദൈവം ശിക്ഷിക്കും, കാരണം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സഹസ്രാബ്ദങ്ങളായി മനുഷ്യനുള്ളിൽ ഇട്ട് തന്നിരിക്കുന്നതാണ്. ഒരിക്കലും അങ്ങനെ അറിയിച്ചിട്ടില്ല. അത് മനുഷ്യന്മാരാണ് അറിയിച്ചത്. ഈ മാർഗത്തിൽ വന്നവരാരും ഒരു പുസ്തകം എഴുതി വച്ച് പോയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പുസ്തകം അവർ കൈകൊണ്ട് എഴുതി പോയിട്ടില്ല. അവരാരും കൈകൊണ്ട് പുസ്തകം എഴുതാതിരുന്നത് എന്താണ് എന്ന സത്യം നിങ്ങളുടെ ഉള്ളിലും അവരുടെ ഉള്ളിലുള്ളതുപോലെ ദൈവീകതയുണ്ട് എന്നുള്ളതാണ്. അവരെഴുതിയിട്ടില്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും. ലോകാവസാനം വരെ നിങ്ങൾക്ക് ദൈവീക വചനങ്ങൾ ഉണ്ട് ഇവിടെ. പക്ഷേ ദൈവീക വചനങ്ങൾ നിങ്ങൾക്കൊരു ചൂണ്ടുപലക മാത്രമാണ്. ഇറ്റ്സ് എ മെസ്സേജ്. ഇറ്റ്സ് എ മെസ്സേജ് ഉള്ളി. അതുകൊണ്ടാണ് അവർ കൈകൊണ്ട് എഴുതാതെ പോയത്. അത് അല്ലാതെ അവര് നിരക്ഷര കുശികളായതുകൊണ്ടല്ല. അവർക്ക് അന്നത്തെ ഭാഷയും അന്നത്തെ കാര്യങ്ങളും അന്നത്തെ എഴുത്തൊക്കെ അവർക്കും അറിയാമായിരുന്നു. അല്ലെങ്കിൽ അത് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ടെക്നോളജി അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യ പഠിപ്പിക്കാൻ വരുന്നവർക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല അത്, അക്ഷരാഭ്യാസം നേടുക എന്നുള്ളത്. അത് ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നും വരേണ്ടതാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ കൈകൊണ്ട് എഴുതാതിരുന്നത്. എഴുതിയാൽ മനുഷ്യൻ അതിൽ തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. ലോകത്തെ കോടാനുകോടി മനുഷ്യരുടെയും ഉള്ളിലുണ്ട ഗ്രന്ഥം മനുഷ്യന് നന്മ തിന്മ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? അത് ഉള്ളിൽ ഇൻബിൽറ്റായി ഫിക്സ് ചെയ്തിട്ടാണ് ഇറക്കി വിടുന്നത് ഭൂമിയിലേട്ട്. അത് നീ ഏത് ധർമ്മത്തിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും നിന്റെ ഉള്ളില് ദൈവീക ഗ്രന്ഥമുണ്ട്. നീ അത് കാണാത്തതാണ്.
ആരോട് എങ്ങനെ പെരുമാറണം, ആരൊക്കെയാണ്, ഇതെന്റെ മാതാവാണ്, ഇതെന്റെ പിതാവാണ്, ഇതെന്റെ സഹോദരി സഹോദരന്മാർ, ഇതെന്റെ സുഹൃത്തുക്കളാണ്, ഈ കാണുന്ന മനുഷ്യര് മുഴുവൻ ഞാൻ തന്നെയാണ് എന്ന ബോധം ഉണ്ട്. എന്തോ എഴുതി ഉറപ്പിക്കാൻ പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടാവർ ബഹളം വച്ചു എന്നത് പോലും എഴുതി വച്ചതാണ്. എന്നത് പോലും എഴുതി വച്ചതാണ്. നിങ്ങൾ അതുകൂടി മനസ്സിലാക്കണം. ആ എഴുതി വക്കലിലാണ് എല്ലാം വന്നിട്ടുള്ളത്. ഇനി ദൈവീകമായ വേദങ്ങളും വേദഗ്രന്ഥങ്ങളും വായിക്കേണ്ടത് ശരീരത്തിന് അനുസൃതമായിട്ടുള്ള, കാരണം അത് സ്പിരിച്വൽ ബുക്കാണ്. ആ സ്പിരിച്വൽ ബുക്കിനെ സ്പിരിച്വൽ തലത്തിൽ തന്നെ വായിക്കണം. ശരീരത്തിന്റെ നിയമങ്ങളായിട്ട് വായിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വായിച്ച ഒരു സമൂഹം കൂടി ഇവിടെ നിന്ന് കടന്നു പോയിട്ടുണ്ട്. വളരെ സീക്രട്ടായി പുറത്തു പറയാൻ ഭയന്ന്, വളരെ ഉള്ളിന്റെ ഉള്ളില് ഇന്നും ജീവിക്കുന്ന ഒരു സമൂഹം ഈ ലോകത്തുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ സമൂഹത്തിൽ നിന്നാണ് ഞാനും സംസാരിക്കുന്നത്. ഭയമില്ലാതെ ഇത് ജനങ്ങളിലേക്ക് എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി. ഇതെത്തിയേ പറ്റൂ. അത് എല്ലാ ധർമ്മങ്ങളിലുമുണ്ട്. അങ്ങനെ വായിച്ചവർ, ഗീതയെ അങ്ങനെ വായിച്ചവർ, ബൈബിളിനെ അങ്ങനെ വായിച്ചവർ, ഖുർആനിനെ അങ്ങനെ വായിച്ചവർ, സ്പിരിച്വലായി ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് വായിച്ച ഒരു വിഭാഗം ഇന്നും ഭയപ്പെട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്, പുറത്തു പറയാൻ പേടിച്ചിട്ട്. അവര് സമൂഹത്തെ പേടിച്ചിട്ടല്ല, സമൂഹത്തിൽ പ്രശ്നമുണ്ടാകുമോ എന്ന ഭയമാണ് അവർക്ക്. ഈ ലോകത്ത് ഇനി ഇതിലും കൂടുതൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാണ്? ലോകം മുഴുവൻ ഫിത്തന, ലോകം മുഴുവൻ പരദൂഷണം, ലോകം മുഴുവൻ പ്രശ്നം, പരസ്പരം പോർവിളികൾ, പരസ്പരം ആ, പ്രശ്നങ്ങൾ. സോഷ്യൽ മീഡിയ എടുത്താലും എന്തെടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികൾ. ഈ സമയത്ത് അല്ലാതെ പിന്നെ എപ്പോഴാണ് ഇത് പറയുക? ഈ സമയത്തല്ലാതെ എപ്പോഴാണ് ഇത് ഓപ്പണായിട്ട് പറയുക? ഇത് തന്നെയാണ് സമയം. എന്തേ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അങ്ങനെ ആക്കി. അങ്ങനെ ആക്കി. ഇവരാരും എഴുതിയിട്ടില്ല. അവരുടെ ഏറ്റവും അടുത്ത അനുചരന്മാർ പോലും നേരിട്ട് എഴുതിയിട്ടില്ല. നേരിട്ട് അവരിൽ നിന്നും കേട്ടവരാണ് എഴുതിയത്. അവരെഴുതി എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരിക്കും ശിഷ്യന്മാർ തന്നെ എഴുതി വച്ച ഒരു സാധനം അല്ല വന്നത്. അവരിൽ നിന്നും അത് പകർത്തി, അല്ലെങ്കിൽ അവിടെ പറഞ്ഞു കേട്ടു, ഇവിടുന്ന് പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെയാണ് മുഹമ്മദ് നബിയുടെ ഹദീസുകളും. നേരിട്ട് പകർത്താൻ കഴിവുള്ള പലരും കൂടെ ഉണ്ടായിരുന്നിട്ട് അവരാരും എന്തുകൊണ്ട് എഴുതിയില്ല? അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരാരും എഴുതിയതിൽ നിന്നല്ല എഴുതിയത്, വാക്കുകളിൽ നിന്നാണ് എഴുതിയത്. അവരാരെങ്കിലും കൂടെ കൂടെ എഴുതാൻ കഴിവുള്ള എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. അവരെഴുതിയതിൽ നിന്നല്ല എഴുതിയത്, വാക്കുകളിൽ നിന്നും പറഞ്ഞതിൽ നിന്നാണ് എല്ലാവരും എഴുതിയിട്ടുള്ളത്. വാക്കുകളിൽ എന്തൊക്കെ സംഭവിക്കാം? എല്ലാം അധികാരത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ്. ഈ കറുത്ത മറ സൃഷ്ടിച്ചിരിക്കുന്നത് അധികാരത്തിന് വേണ്ടിയാണ്. മനുഷ്യകുലത്തിന് മുകളിൽ ഒരു കറുത്ത മറ തീർത്ത് ഭയത്തിൻ്റെതായ ഒരു ദൈവത്തെ സൃഷ്ടിച്ച്, ആ ഭയത്തെ മനുഷ്യനുള്ളിലേക്ക് കുത്തിവച്ച്, ആ ഭയത്തിൽ നിന്ന് മോചനം നേടിയാൽ പോലും, ഒരു നിരീശ്വരവാദിയായാൽ പോലും ഇതേ രാഷ്ട്രീയ സിസ്റ്റത്തിന്, ഇതേ അധികാര സിസ്റ്റത്തിന് തന്നെയാണ് അവർ നിന്നു കൊടുക്കുന്നത്. അവർക്കും പൂർണ്ണമായൊരു മോചനമില്ല. പൂർണ്ണമായ മോചനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ
എല്ലാം യോജിച്ചു വരുന്നതാണ്. അഹം ബ്രഹ്മാസ്മിയും അനൽഹക്കും ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് എന്ന സത്യവും അങ്ങനെ വരുന്നതാണ്. അധികാരമാണ് നേട്ടം. മനുഷ്യന്റെ അടിമത്തമാണ് നേട്ടം. ഭയപ്പെട്ടവൻ എന്നും അടിമയായിരിക്കും അല്ലേ? ഭയ അടിമയുടെ പ്രത്യേകത എന്താണ്? ഒരടിമയുടെ പ്രത്യേകത എന്താണ്? അടിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ എന്നും ഭയത്തിലായിരിക്കും എന്നുള്ളതാണ്. ഒരു സ്വതന്ത്രന്റെ പ്രത്യേകത എന്താണ്? അവൻ എന്നും സ്വാതന്ത്ര്യത്തിലായിരിക്കും, സന്തോഷത്തിലായിരിക്കും, അവൻ ഫ്രീ ആയിരിക്കും എന്നുള്ളതാണ്. ആരാണോ മനുഷ്യകുലത്തെ നിങ്ങൾ നോക്കിക്കോ, ഈ പറയുന്ന എല്ലാ മനുഷ്യരെയും അടക്കി ഭരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ലോകത്തിന്റെ അധികാരി എന്ന് പറയുന്ന ആ ഒരു തലത്തിന് ഇവരുമായി ഒരു കണക്ഷൻ കാണും. ഈ സിസ്റ്റവുമായി, മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ആ ഒരു സിസ്റ്റവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകും. അതെല്ലാം ഇന്ന് ഓപ്പൺ ആണ്. ആ ഓപ്പൺ ആയിട്ടുള്ള സാധനം ആരെങ്കിലും എടുത്ത് കണ്ടെത്തി പുറത്തേട്ട് വിടുമോ എന്ന ഭയം കൊണ്ടാണ് ഇടയ്ക്ക് ചുമ്മാ ഒരു എല്ലിൻ കഷ്ണം, എപ്സ്റ്റീൻ ഫയൽ അല്ലെങ്കിൽ എലിയൻസ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു കോഴിക്കാലിട്ട് തരുന്നത്, അതിലിട്ടിട്ട് കടിപിടി കൂടും കിടന്ന്. അതൊക്കെ ബോധപൂർവം പുറത്തു വിടുന്നതാണ്. കടിപിടി കൂടാൻ മനുഷ്യൻ എന്ത് ചെയ്യും? അതിലങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം, ചർച്ച, ആ ചർച്ച, ഈ ചർച്ച, യുദ്ധങ്ങൾ പോലും അങ്ങനെ വരുന്നതാണ്. ലോകത്തെന്ന് മനുഷ്യൻ ഈ ധർമ്മത്തെ ഇങ്ങനെ വിത്ത് വിതച്ച് വളർത്തിക്കൊണ്ടുവരുന്നുവോ അന്ന് മാത്രമേ ഇത് ഇല്ലാതാവുള്ളൂ. ഇത് ലോകം മുഴുവൻ വളരണം. ലോകം മുഴുവൻ ഈ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ ആ മാധുര്യം ലോകം മുഴുവൻ നൽകുമ്പോൾ മാത്രമേ ലോകത്തിന് മാറ്റം ഉണ്ടാവുള്ളൂ. ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. എത്ര ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഇതിനെ വിടാൻ കഴിയും. എത്ര ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വിത്ത് വിതയ്ക്കാൻ കഴിയും. ഇന്ന് ആധുനിക സംവിധാനമാണ്. പണ്ട് എങ്ങനെയായിരുന്നു വിത്ത് വിതച്ചിരുന്നത്? ഒരു കാള വരുന്നു, അല്ലെങ്കിൽ കാള ഇല്ലായിരുന്ന കാലത്ത് മനുഷ്യൻ തന്നെ കിളച്ച് 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 വെള്ളം എവിടെ നിന്നെങ്കിലൊക്കെ കൊണ്ടുവന്ന് തോടുകൾ കീറി, അതും മനുഷ്യൻ കൈകൊണ്ട് ചെയ്യണം. എല്ലാം ചെയ്യണം. അത് കഴിഞ്ഞ് മനുഷ്യൻ മൃഗങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങി ഉഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിലം ഉഴുതി വെച്ചു. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്നെല്ലാം ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. വലിയ വാട്ടർ ലൈൻ സംവിധാനങ്ങൾ വന്ന് വലിയ മിഷനറി തന്ന് പെട്ടെന്ന് തന്നെ ഉഴുതുമറിക്കുന്നു. വിതയ്ക്കാൻ മെഷീൻ, അതുപോലെ തന്നെ കൊയ്തെടുക്കാൻ മെഷീൻ. അതുപോലെ തന്നെയാണ് ഈ വിത്തും ഇന്ന് നമുക്ക് ലോകം മുഴുവൻ വിതയ്ക്കാൻ കഴിയും. അത്ര ആധുനികപരമായ ടെക്നോളജി നമുക്ക് വേണ്ടി ഈ ലോകം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നവർ അവരാണ്. പക്ഷെ നമുക്ക് വേണ്ടിയും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന ബോധം, അതിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ നന്മ തിന്മ എന്ന സംഭവമില്ല. ഇതിലൂടെ തിന്മ നടത്താം, ഇതിലൂടെ നന്മ നടത്താം. എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ആരാണോ മനുഷ്യനെ അടക്കി വച്ചിരിക്കുന്നത് അവർ, ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ നിങ്ങളുടെ പൈസ ഊറ്റുന്നത് ആരാണ്? ജനിച്ച അന്ന് മുതൽ നിങ്ങളുടെ മരിക്കുന്നത് വരെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ നിങ്ങളുടെ വിഭാഗീയത സൃഷ്ടിക്കുന്നത് ആരാണ്? ആരുമാകട്ടെ, അതെല്ലാം ഒരു സിസ്റ്റമാണ്. എന്താണേലും നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങൾ ആരാന്ന് വെച്ചേക്കണേന്ന്. മറ്റുള്ളവനോട് സ്നേഹം കൂടാൻ പറ്റാതെ, ഇവരിന്ന വിഭാഗം, അവരിന്ന വിഭാഗം, ഇവരിന്ന വിഭാഗം, ഇവരിന്ന വിഭാഗം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തിരിച്ചു വച്ചിരിക്കുന്നത് ആരാണ്? ചിന്തിച്ചു നോക്ക്. ഒരു മതവിഭാഗം എന്ന് മാത്രം പറയാൻ കഴിയില്ല. അതൊരു സിസ്റ്റമാണ്. അതിനോട് യോജിച്ച് നിൽക്കുന്ന എല്ലാവരും ഉണ്ട്.
എല്ലാവരും ഉണ്ട്. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം എന്താണ്? അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം എന്താണ്? അതെല്ലാം എല്ലാവരും ഉണ്ട്. എല്ലാം ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇതിനെ മാത്രം എടുത്തിട്ട് പറയൊന്നും വേണ്ട. എല്ലാവരും ഉണ്ട് അതിൻ്റെ കൂടെ. അതിൽ നിന്ന് മാറി നിൽക്കുന്ന ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. ഹായ് പറയും, പക്ഷെ എന്നാലും മാറി നിൽക്കുന്ന ചിലരുണ്ട് ലോകത്ത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഉണർവിന്റെ നിഴലും വ്യാജമായ സത്വവും തിരിച്ചറിയണം. നിഴല് നിഴലാണ് എന്ന് തിരിച്ചറിയണം. ഗോഡ് എല്ലാരെയും സഹായിക്കും. ഗോഡിനെ സഹായിക്കണ പണിയല്ല ആദ്യം. ആദ്യം അത് നിങ്ങൾ മനസ്സിലാക്കണം. ഗോഡ് ജഡ്ജല്ല. അത് എല്ലാവർക്കും ഉള്ളതാണ്. ഗോഡ് നിങ്ങളെ വന്ന് സഹായിക്കുകയല്ല. നിങ്ങളാണ് നിങ്ങളെ സഹായിക്കാൻ പ്രാപ്തരാക്കേണ്ടത്. അദൃശ്യമായ സഹായം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റി ആയിരിക്കണം. ദൈവം സഹായിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഹായിക്കാൻ പാകത്തിന് നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ടുണ്ടോ? നിങ്ങൾ ഇത്രയും എത്ര എത്ര കാലങ്ങളായി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണു. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ ബോധ്യം വന്നിട്ടുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ? ഞാൻ ചെയ്തത് എന്താണ്? ചുമ്മാ ചുമ്മാ കർമ്മയാണ് എല്ലാം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് എന്താണ് എന്ന് ബോധ്യമാകുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്താണ് ഈ സെക്കൻഡിൽ ഇന്നിപ്പോൾ സംഭവിക്കുന്നത്? ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കർമ്മമാണ്. അത് നിങ്ങൾ ചെയ്ത ഏതോ ഒരു കാര്യത്തിന്റെ ഫലമായിട്ടാണ് നമുക്കിങ്ങനെ ഇന്ററാക്ട് ചെയ്യാനും നമുക്കിങ്ങനെ ഇരിക്കാനും ഇത് സംസാരിക്കാനും കഴിയുന്നത്. നിങ്ങൾ ആരോടോ അവൻ നന്നായിരിക്കട്ടെ എന്ന് എപ്പോഴോ യാതൊരു കണ്ടീഷനും ഇല്ലാതെ പറഞ്ഞതിന്റെ റിസൾട്ടാണ് നമ്മുടെ ഈ സംസാരം പോലും. അങ്ങനെ ഓരോ സെക്കൻഡിൽ സംഭവിക്കുന്നതും അങ്ങനെയാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങുള്ളൂ. ഓരോ സെക്കൻഡിലും എൻ്റെ മകൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ മാതാവിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു തെറ്റായ ഒരു നോട്ടം നോക്കണം, അത് ചിന്തിക്കണം. അത് സംഭവിക്കുമ്പോൾ ഒന്ന് ചെയ്താൽ നൂറായിട്ട് തിരിച്ചു കിട്ടും. അത് ദൈവം തരുന്നതല്ല, നമ്മൾ സ്വയം ഉണ്ടാക്കി വാങ്ങുന്നതാണ്. യു ആർ ക്രിയേറ്റിംഗ് യുവർ ഡെസ്റ്റിനി. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിച്ചപ്പെടും. നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. കാണാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈ സത്യം മനസ്സിലാകുമ്പോഴാണ്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. തുറന്നു കിട്ടും. അവബോധം, ആ ബോധം വികസിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. കാണാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ മനസ്സിൽ അപ്പ എല്ലാം മാറും. വെളിച്ചം കൂടുതൽ ആഴത്തിലാകുമ്പോൾ എല്ലാ വികലതയും നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങും. അത് അനുഭവിക്കൊന്നും വേണ്ട. നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ അത് ഇല്ലാതാകും. കാണാൻ കാണാതിരിക്കുമ്പോഴാണ് അത് നിങ്ങളെ അനുഭവിപ്പിക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും കഷ്ടപ്പാടുണ്ടാക്കുന്നതും കിരികിരി ഉണ്ടാക്കുന്നതും മാന്തുന്നതും ചൊറിയുന്നതും ഒക്കെ. നിങ്ങൾ കാണാതിരിക്കുമ്പോൾ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാണാത്തത് എന്താണ്? എന്തുകൊണ്ട് കാണുന്നില്ല? നിനക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നിട്ട് നീ എന്താടാ കാണാത്തത്? ഇന്ന് കുറച്ചും കൂടെ ബുദ്ധിമുട്ടിരിക്കട്ടോ നിനക്ക്. അതിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഇരിക്കട്ടെ, നിന്റെ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞോട്ട് ഇരിക്കട്ടെ അടുത്ത പണി എന്ന് വിചാരിക്കും. അത് കാണാത്തതുകൊണ്ടാണ്. നിങ്ങൾ കൂടുതൽ ആഴത്തിൽ അതിനെ കാണുമ്പോൾ, ഓ, അവൻ എന്നെ നോക്കുന്നുണ്ട്, ഇനി നിന്നിട്ട് കാര്യമില്ല, വിട്ടുപോയേക്കാം, ഇവൻ കണ്ടു തുടങ്ങി. ഇത്ര കാണാതെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനാണ് അതിന് താല്പര്യം. നിങ്ങൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പുള്ളി സ്ഥലം വിട്ടു പോവും, ഓടിപ്പോവും, നിൽക്കൂല നിങ്ങളുടെ കൂടെ, പാഞ്ഞ് രക്ഷപ്പെട്ട് കളയും. നിങ്ങൾ പോകുന്ന വഴിക്ക് പോലും വരില്ല. നിങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്തും ഇത് വരില്ല.
വന്നാലും നിൽക്കാൻ കഴിയില്ല, തെറിച്ചു പോവും. വന്നാലും നിൽക്കാൻ കഴിയില്ല. ഇത് റിഗ്രഷനൊന്നും അല്ല. ഇത് റിഗ്രഷനോ പശ്ചാത്താപമൊന്നുമല്ല. ഇത് ശുദ്ധീകരണമാണ്. പശ്ചാത്താപമൊന്നുമല്ല. എനിക്ക് പുറത്ത് തന്നെ, പുറത്ത് തന്നെ, എന്നെ രക്ഷിക്കണേ, ദൈവമേ ഈശ്വര രക്ഷിക്കണേ എന്ന് പറഞ്ഞ റിഗ്രഷൻ അല്ല ഇത്. ഫോർഗീവ്നെസ്സിന് വേണ്ടി യാചിക്കുന്ന യാചകരല്ല. ഇത് ശുദ്ധീകരണമാണ്. നിഴല്, നിഴൽ എന്താണ്? നിഴലും പാപവും തമ്മിൽ വ്യത്യാസമുണ്ട്. പാപവും പുണ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. തെറ്റായ സത്വത്തിന്റെ കൺസ്ട്രക്ഷനാണത്. നിങ്ങൾ സ്പിരിച്വലായി ബൈപ്പാസ് ചെയ്യണം, ബൈപ്പാസിങ് ചെയ്യണം, ബൈപ്പാസ് ചെയ്ത് കടന്നു പോണം. ഇല്ലെങ്കിൽ ഇതെല്ലാം ഡിസ്റ്റർബ് ചെയ്യും നിങ്ങളെ. ഭയം, ഈ സിസ്റ്റം എല്ലാം ഡിസ്റ്റർബ് ചെയ്യും. ബൈപ്പാസ്. ഈ അതീന്ദ്രിയ ഈ അതീന്ദ്രിയ ജ്ഞാനം, അല്ലെങ്കിൽ ഈ സീക്രട്ട് ആയിട്ടുള്ള നോളജ് എന്ന് പറയുന്നത് അകാലത്തിൽ കൊടുക്കാൻ പറ്റുന്നതല്ല, കാലത്തിലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ യോജിപ്പിന്റെ പാത എന്ന് പറയുന്നത് കാലത്തിലേ കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാ സമയത്തും ഇത് കൊടുക്കാൻ പറ്റില്ല. ശരിക്കും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മൾ ദുരന്തത്തിലായി നിൽക്കുന്ന ഒരു വിഭാഗത്തിനെ ഇത് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ആളുകൾക്ക് കൊടുത്താൽ ഇത് ചിന്തിക്കുക പോലുമില്ല, ഇത് മൈൻഡ് പോലും ചെയ്യില്ല, ശ്രദ്ധിക്കുക പോലുമില്ല. ഞാൻ വഴിയരികിൽ നിന്ന് എത്ര ഘോഷിച്ചാലും, എത്ര പൊട്ടി പുറക്കെ അലറിയാലും ഒരാളും ശ്രദ്ധിക്കുക പോലുമില്ല. അത് അകാലത്തിൽ കൊടുക്കാൻ പാടില്ല, കാലത്തിനനുസരിച്ച് കൊടുക്കാവുള്ളൂ. ആത്മീയമായ അഹങ്കാരത്തിന്റെ കെണി, അത് വലിയൊരു കെണിയാണ്. ആരുടെയും നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ കുറ്റക്കാരാകുന്നത്. നിങ്ങളുടെ പ്രവൃത്തി തന്നെയാണ്. നിങ്ങളത് മാറ്റാൻ തയ്യാറല്ല. നിങ്ങളുടെ പ്രവൃത്തി തന്നെയാണ്. നിങ്ങൾ പൂർണ്ണമായും അത് വിടാൻ തയ്യാറല്ല. നിങ്ങളുടെ ബന്ധുക്കളെ പോലും നിങ്ങൾ വിടാൻ തയ്യാറല്ല. നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരെ, നിങ്ങളുടെ മാതാപിതാക്കളെ അവരെന്ത് വിചാരിക്കും, അവരുടെ മുന്നിൽ ഞാൻ വലിയൊരു പുള്ളിയാകണ്ടേ എന്ന വിചാരം, അത് വിടാൻ നിങ്ങൾ തയ്യാറല്ല. അപ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ പഴിക്കും. നിങ്ങൾ വിട്ടിട്ടില്ല. നിങ്ങൾ കള്ളം പറയുകയാണ്, ഞാൻ വിട്ടു, ഞാൻ എല്ലാം സമർപ്പിച്ചു, എന്നിട്ടും എനിക്ക് എന്തേ. നിങ്ങൾ വിട്ടിട്ടില്ല, അത് സത്യമാണത്. നിങ്ങൾ ഉള്ളിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും തിരിഞ്ഞു നോക്ക്. എല്ലാം വിട്ടാൽ നിങ്ങളുടെ വൈബ്രേഷൻ വേറൊരു തലമായിരിക്കും. എല്ലാത്തിനോടും സ്നേഹമായിരിക്കും. ഒരു പുൽനാമ്പിനോട് പോലും സ്നേഹമായിരിക്കും. ആ പുൽനാമ്പും തിരിച്ച് നിങ്ങളോട് വൈബ്രേറ്റ് ചെയ്യുന്നത് ആ സ്നേഹത്തോടു കൂടിയായിരിക്കും. ആ സമയമാണ് പുണ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പുണ്യമാണ് ചുമ്മാ ഇരിക്കുമ്പോൾ, എവിടെയോ അപകടത്തിൽപ്പെടുമ്പോൾ ആരും അറിയാതെ വന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു അദൃശ്യമായ കരങ്ങൾ. ആ ദൃശ്യമായ ശക്തിയാണ് ഇത്. ഏത്? ഇത് ആ പുണ്യമാണിത്. ഏത്? ഇത്, ഇത്. ഇതൊക്കെ ഇത് മനസ്സിലാവൂല പറയുമ്പം. മനസ്സിലാക്കാനും പറ്റൂല. ഇത് നിങ്ങൾ നിരസിക്കപ്പെട്ടതാണ്, നിങ്ങൾ നിരസിച്ചതാണ്. നമ്മെ ശിക്ഷിച്ച നമ്മെ ശിക്ഷിച്ച അപ്പോൾ ആ ക്ലാസ്സിൽ കയറി പിടിച്ചു. ക്ലാസ് അല്ല, നിങ്ങളുടെ മുന്നിലുള്ളത് എന്താണോ അത്. ഇത് നിങ്ങൾ നിരസിച്ച് കളഞ്ഞതാണ്. ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നിരസിച്ച് കളയുന്നുണ്ട്.
നിങ്ങൾ നിരസിക്കപ്പെട്ട സത്യം, നിങ്ങളെ ശിക്ഷിച്ച സ്വഭാവവിശേഷങ്ങൾ, നിങ്ങൾ ലജ്ജിപ്പിച്ച ആഗ്രഹങ്ങൾ, തെറ്റാണ് തെറ്റാണ് ഇതെല്ലാം എന്ന് നിങ്ങളോട് പറഞ്ഞ വികാരങ്ങൾ, നിങ്ങൾ ഭയപ്പെടുന്ന പ്രേരണകൾ, നിങ്ങൾ ഭയപ്പെടുന്ന പ്രേരണകൾ, അഹങ്കാരത്തിന് സ്വീകരിക്കാൻ കഴിയാത്ത എന്തും നിഴലായി മാറും. ഞാൻ പോലും എന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അഹങ്കാരത്തിന് സ്വീകരിക്കാൻ കഴിയാത്തതെന്തും നിഴലായി മാറും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദരിദ്രവാസിയല്ല, ആവശ്യക്കാരനാണ്. കറക്റ്റാണ്. നിങ്ങളെ ശിക്ഷിച്ച മുഴുവൻ നിങ്ങളുടെ സ്വഭാവവിശേഷങ്ങളും, നിങ്ങളെ ലജ്ജിപ്പിച്ച മുഴുവൻ നിങ്ങളുടെ ആഗ്രഹങ്ങളും, തെറ്റാണ് 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 എന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞ മുഴുവൻ വികാരങ്ങളും, നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹം, ആളുകൾ, സ്വന്തപ്പെട്ടവർ, അവര് ഇവര് എല്ലാം, അഹങ്കാരത്തിന് സ്വീകരിക്കാൻ കഴിയാത്തതെന്തും നിഴലായി മാറും. അത് അപ്രത്യക്ഷമാവൂല. അത് 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 മറയ്ക്കും. താഴെ നിന്ന് നിങ്ങളുടെ നിയന്ത്രണങ്ങൾ അതില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഒരു നിഴലൊന്നും ഇല്ല, എൻ്റെ കൂടെ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ സകല നിയന്ത്രണങ്ങളും മറയ്ക്കുന്നത് അതാണ്. ഈ നിഴൽ എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെട്ടത് എന്ന് സൈക്കോളജിക്കലി കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആധുനിക യുഗത്തിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. ആധുനിക യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ബാല്യകാലത്ത് കുറെ കണ്ടീഷനിങ് നിങ്ങൾക്ക് തന്നു. കോപിക്കരുത്, ദുർബലനാകരുത്, അഭിമാനം വേണം അല്ലെങ്കിൽ അഭിമാനിക്കരുത്, അധികാരത്തെ ചോദ്യം ചെയ്യരുത്. അവരങ്ങനെയാണ്. ഇവനിങ്ങനെയാണ്. അത് വലിയ പുള്ളിയാണ്, ഇത് ചെറിയ പുള്ളിയാണ്. കണ്ടോ, അവന് വലിയ കാറും വീടൊക്കെ ഉണ്ട്, അവൻ വലിയ പുള്ളിയാണ്. അവന് ഒന്നുമില്ല, അവൻ ചെറിയ പുള്ളിയാണ്. നീ അവനെ കണ്ടുപഠിക്ക്, ഇവനെ കണ്ടുപഠിക്കല്ലേ. അതിജീവിക്കാൻ, വെറും അതിജീവിക്കാൻ, ഒരു നായ അതിജീവിക്കുന്നത് പോലെ അതിജീവിക്കാൻ നമ്മൾ എല്ലാത്തിനുമായി പൊരുത്തപ്പെടുകയാണ്. വെറും അതിജീവിക്കാൻ വേണ്ടി മാത്രം, വെറും അതിജീവിക്കാൻ വേണ്ടി മാത്രം എല്ലാമായിട്ട് പൊരുത്തപ്പെടുകയാണ്. ആ പൊരുത്തപ്പെട്ടുകൊണ്ട് നിങ്ങൾ സ്വയം ഒരു വ്യക്തിത്വം സ്വീകരിക്കുകയാണ്, സൃഷ്ടിക്കുകയാണ്. നിങ്ങളൊരു വ്യക്തിത്വം, ആ ബാല്യകാലത്തിൽ നിങ്ങൾക്ക് നടന്ന കണ്ടീഷനിങ്ങിൽ നിന്നും നിങ്ങൾ സ്വയം ഒരു വ്യക്തിത്വം, സാമൂഹികമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഐഡന്റിറ്റി. അവർക്കൊന്നും അറിയില്ല, മാതാപിതാക്കൾക്കും അറിയില്ല, ആർക്കും അറിയില്ലായിരുന്നു. ആർക്കും അറിയില്ല. ആരും കുറ്റം പറയാൻ കഴിയില്ല. നമ്മൾ ആരും കുറ്റം പറയില്ല. പക്ഷെ അവരെയും കണ്ടീഷൻ ചെയ്തതാണ്. അവരെയും കണ്ടീഷൻ ചെയ്ത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവരെയും കണ്ടീഷൻ ചെയ്തതാണ്. അപ്പോ ഈ ഐഡന്റിറ്റി ഈ നേരിൽ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ നിരസിക്കപ്പെട്ട കുറെ ഭാഗങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കുറെ അടിച്ചമർത്തി വെച്ച നിങ്ങളുടെ കുറെ വികാരങ്ങൾ ഉണ്ടാവും. അടിച്ചമർത്തി വെച്ച നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉണ്ടാകും. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ അസ്ഥിരപ്പെടുത്തി കളയും. വെറും വ്യാജ വ്യക്തിത്വമാക്കി പോലും. പിന്നെ ആ നിഴലുകൊണ്ട് നിങ്ങൾ ജീവിക്കും. അത് വെറും വെറും ഒരു ഒരു വേസ്റ്റ് ജീവിതമാണ്. ആ വേസ്റ്റ് ജീവിതമായതുകൊണ്ട് ഒരു അന്വേഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പഴയ ജീവിതത്തെ നമുക്ക് പലപ്പോഴും അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മോശമായി തന്നെ തോന്നും. കാരണം അത് നിഴലാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്.
ആ നമ്മൾ അടിച്ചമർത്തി വെക്കപ്പെട്ട സകലതും നമ്മളെ നിഴലായി തന്നെ നിൽക്കാൻ ട്യൂൺ ചെയ്തു വച്ചിരിക്കുന്നതാണ്. ഈ വ്യാജസത്വം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി സൃഷ്ടിച്ച ഐഡന്റിറ്റിയാണ്? അംഗീകാരം. എനിക്ക് അംഗീകാരം കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഐഡന്റിറ്റി ഉണ്ടാക്കുന്നത്. അംഗീകാരം. എന്റെ കൺട്രോളിലായിരിക്കണം എല്ലാം. നിയന്ത്രണം. എനിക്ക് സെക്യൂരിറ്റി വേണം. എനിക്കിതെല്ലാം ഉണ്ടെങ്കിലേ സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ, സുരക്ഷ. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ നേട്ടമാണ്. ഞാൻ എൻ്റെ ആത്മീയമായ അറിവാണ്. ഞാൻ എൻ്റെ വേഷമാണ് എന്ന് ഈ നിഴല് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ. അതാണ് അംഗീകാരം. അംഗീകാരം. ഞാൻ എൻ്റെ നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങളൊക്കെയാണ് ഞാൻ. ആരാണ് ഞാൻ? ഞാൻ എന്നുള്ളിടത്ത് നിങ്ങളുടെ പേരങ്ങ് വെച്ച് വായിച്ചാൽ മതി. ആരാണ് ഞാൻ? എൻ്റെ നേട്ടങ്ങളാണ് ഈ ഞാൻ. അത് അംഗീകാരമാണ് നമ്മളെ കൊണ്ട് പറയിക്കുന്നത്, ഐഡന്റിറ്റി. ആ, ഞാൻ ഇത്രയൊക്കെ നേടി. ആ, ഞാൻ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരുടെ, എൻ്റെ സഹോദരി സഹോദരന്മാരുടെ മുമ്പിൽ ഞാൻ നേടണം. എനിക്ക് നല്ല മക്കളാണ്. അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഇന്ന്. എൻ്റെ മക്കള് നല്ല മക്കളാണ് എന്ന് പറയണം. അപ്പൊ ഞാൻ അവിടെ അംഗീകാരം കിട്ടും. കണ്ടോ, അവക്കടെ മോള് നല്ല മക്കളാണ്, അവന്റെ മോന് മക്കള് നല്ല മക്കളാണ്. ആ, ഹും. ഫു, എന്തൊരു നിഴൽ. ആ, അത് ആ അംഗീകാരത്തിൽ നിന്നാണ് അവന്റെ മക്കള് ശരിയല്ല കേട്ടോ എന്ന ചീഞ്ഞ ചീഞ്ഞളിഞ്ഞ വികാരം പുറത്തേട്ട് വരുന്നത്. എന്റെ മക്കള് നല്ലതാട്ടോ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പറയണ്ട മറ്റത്, ആ മക്കള് നല്ലതല്ല എന്ന് പറയാതെ തന്നെ ആ വൈബ്രേഷൻ, ആ വൈബ്രേഷൻ. ഒരു പഠനാവശ്യത്തിനല്ലാതെ അത്തരം കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അത് നേട്ടങ്ങളല്ല. മക്കള് നന്നായി കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു. അതൊരു ഐഡന്റിറ്റിയാണത്. മറ്റുള്ളവന്റെ മക്കള് ശരിയല്ല, എൻ്റെ മക്കള് നന്നായി എന്ന ഐഡന്റിറ്റിയാണത്. അംഗീകാരമാണ് തേടുന്നത് അവിടെ. നിയന്ത്രണം. നിയന്ത്രണം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ അറിവുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന നിയന്ത്രണമാണത്. അവിടെ നിയന്ത്രിക്കുകയാണ്. ഒരാളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അല്ലാതെ ഒരു കാര്യത്തിലും നിങ്ങൾ നിയന്ത്രിക്കാൻ പാടില്ല. അതും എന്തിലേട്ട് ട്രെയിൻ ചെയ്യാൻ? ഈ ഒരു വഴിയിലേട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയല്ലാതെ. അതും എങ്ങനെ? അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, അയാളുടെ അംഗീകാരത്തോടു കൂടി മാത്രം. അല്ലാതെ ഒരാളെയും ലോകത്ത് നിയന്ത്രിക്കാൻ പാടില്ല. ഒരാളുടെ ആഗ്രഹത്തോടും ഒരാളുടെ ഉറപ്പോടും ഒരാളുടെ സന്തോഷത്തോടും കൂടി മാത്രം. അല്ലാത്ത ഒരു കാര്യത്തിലും നിയന്ത്രണം പാടില്ല. വ്യാജസത്വമാണ് നിയന്ത്രിക്കുന്നത്. ആത്മീയമായ അറിവ് പോലും ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്യണ്ട. നിങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട് അത്. കാരണം ഞാൻ എൻ്റെ ആത്മീയമായ ഇതാണ് പറഞ്ഞത്. അത് നിങ്ങൾ അങ്ങനെ തന്നെ വെള്ളം തൊടാതെ വിഴുങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിയന്ത്രണമാണ്. അതൊരു നിർബന്ധമാണ്. അതാണ് കൺവേർഷൻ. മതം മാറ്റം. കൺവേർഷനാണ് നടക്കുന്നത്, ബോധ്യമല്ല. കൺവേർഷനാണ് നടക്കുന്നത്. കൺവേർഷൻ പാടില്ല, ബോധ്യമാണ് ഉണ്ടാകേണ്ടത്. കൺവേർഷൻ എന്ത് കൺവേർഷനാണ് നടത്തുക? എന്ത് കൺവേർഷനാണ് നടത്തുക? ഏ വേഷത്തിലൊരു മാറ്റമോ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു കട്ടിങ്ങോ? നിങ്ങൾ എന്ത് കൺവേർഷൻ നിങ്ങൾ നടത്തുക? ഏ എന്ത് 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 കൺവേർഷനാണ് നിങ്ങൾ നടത്തുക? ഡ്രസ്സിൽ ചേഞ്ച് ആവോ? ഏ ഡ്രസ്സിൽ ചേഞ്ച് ആവോ? താടിയിലും മുടിയിലും ചേഞ്ച് ആവോ? അത് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പാർട്ടിൽ ചേഞ്ച് ആവോ? അല്ല, എന്താണ് സത്യത്തിൽ നിങ്ങൾ ചെയ്യുക? വെറും പ്രച്ഛന്ന വേഷം മാത്ര. അത് വെറും പ്രച്ഛന്ന വേഷം. ഒരു വേഷത്തിൽ നിന്നും മാറി വേറൊരു വേഷത്തിലേക്ക്. ഉം. ഞാൻ എൻ്റെ വേഷമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വേഷം, ഡ്രസ്സ്.
അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റി ഒന്ന് മാത്രം, ഒന്ന് മാത്രമല്ല, അതിൽ വന്നാലേ എനിക്ക് അംഗീകാരം കിട്ടുള്ളൂ എന്നൊന്നുമില്ല. ഒരു കളറിൽ വന്നാലേ അംഗീകാരം കിട്ടും. അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. അതൊക്കെ വ്യാജ ദൈവങ്ങളുടെ തോന്നലാണ്. അംഗീകാരം എന്നത് നിങ്ങളുടെ വാഹനത്തെ നോക്കിയോ നിങ്ങളുടെ ഡ്രസ്സിനെ നോക്കിയോ അല്ല ഉണ്ടാകേണ്ടത്. അങ്ങനെ ആരെങ്കിലും ചോദിക്കുവാണ്, ഇപ്പൊ നിങ്ങളോട് പറയുവാണ്, ഷോ ഞാൻ വിചാരിച്ച നീ വലിയ പുള്ളിയായി കാണും എന്ന് ആരെങ്കിലും നിങ്ങളോട് ഒരു പഴയ നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറയണം, അപ്പൊ തന്നെ ചോദിക്കണം, അതെന്നാ ആ കാറിനും വീടിനൊക്കെയാണോ നീ ഇനി വില വരുന്നത്, എനിക്കൊരു വിലയില്ലേ എന്ന് ചോദിക്കണം. അപ്പൊ തന്നെ ആൾ തിരുത്തി പറയും, ഇല്ലില്ല, കാറിനൊന്നും അല്ല, വീടിനൊന്നും അല്ല, നീയാണ് ഏറ്റവും വലുത്, ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചതാണ് എന്ന് ഒറ്റ നിമിഷത്തിൽ മാറ്റി പറയും അവർ. ആ സെക്കൻഡിൽ അവർ മാറ്റി പറയും. ആ സെക്കൻഡിൽ മാറ്റി പറയും അവർ. നിങ്ങൾ കുചേലനാണോ എന്നത് പ്രശ്നമല്ല. ഈ അംഗീകാരത്തിന്റെയും ഈ നിയന്ത്രണത്തിന്റെയും ഈ സുരക്ഷയുടെയും ഉള്ളിൽ നിങ്ങൾ പറയുന്നു, ഞാൻ എൻ്റെ നേട്ടങ്ങളാണ്, ഞാൻ എൻ്റെ അറിവാണ്, ഞാൻ എൻ്റെ വേഷമാണ്, ഞാൻ എൻ്റെ വീടാണ്, ഞാൻ എൻ്റെ കുടുംബമാണ്, ഞാൻ എൻ്റെ മക്കളാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനടിയിൽ വെറും ദുർബലനായ, വെറും ദുർബലനായ ഒരു ഒരു പ്രിസണർ, ഒരു പ്രിസണർ, വെറും ഒരു പ്രിസണർ അവിടെ കിടക്കുന്നുണ്ട്. വെറും ദുർബലനായ, ചുമ്മാ പറഞ്ഞതാണ്. മര ആ വയസ്സായി മരിക്കുന്നതിന് മുമ്പ് മനസ്സിലാവും ഇതൊന്നും ഒന്നുമായിരുന്നില്ല, വെറും മായയായിരുന്നു, ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല, അവരൊന്നും എനിക്ക് ഉപകാരപ്രദമല്ല എന്ന് മനസ്സിലാകും. വെറും ഒരു ജീവി, വെറും ഒരു, നിങ്ങൾ അച്ചീവ് ചെയ്താലല്ലാതെ, നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് പോകാൻ പറ്റും. ഞാൻ ഇത് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തിനു വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതാണ് അമരത്വം. അതാണ് അമരത്വം. ഇതിന് നിങ്ങൾ ആ നിൽക്കുന്ന ആ ഒരു ഇതിനെ പല പേരുകളും വിളിച്ചിട്ടുണ്ട്, പല പേരുകളിലും വിളിച്ചിട്ടുണ്ട്. അംഗീകാരവും നിയന്ത്രണവും സുരക്ഷയും ആവശ്യപ്പെടുന്ന ഞാൻ എന്ന ഭാവത്തെ ചില ധർമ്മങ്ങളിൽ അഹം, ഹിന്ദു ധർമ്മത്തിൽ അഹം അല്ലെങ്കിൽ ഭ്രമം എന്നാണ് വിളിച്ചത്. ഇസ്ലാമിക ധർമ്മത്തിൽ അതിനെ നഫ്സ് എന്നാണ് വിളിച്ചത്. നഫ്സ്. ക്രൈസ്തവ ഇതിലനുസരിച്ച് അതിനെ വിളിച്ചത് ഒരു ഒരു വൃദ്ധൻ, ഒരു പടുവൃദ്ധൻ, ഒരു വെറും പടുവൃദ്ധനായ ഒരു ജീവി, വെറും ഒരു ജീവി, വ്യാജമായ ആത്മാവ്, നിഴൽ, വെറും അക്രമാസക്തമായി നിൽക്കുന്ന, വെറും അസൂയയും കുശുമ്പും കുന്നായ്മയും കൊടികുത്തി വാഴുന്ന ഉള്ളിൽ, ആരും നന്നാവരുത്, ഞാൻ നന്നായിട്ട് ബാക്കിയുള്ളവർ നന്നായാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു സത്വം. അത് നിങ്ങളുടേതല്ല, അത് വളർന്നു വന്നതാണ്, അത് ഉണ്ടായതാണ്, നിങ്ങളുടെ അല്ല അത്. അതാണ് നിങ്ങൾ പുറത്തേട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പോലെ ഓട്ടോമാറ്റിക്കായി പുറത്തേട്ട് വരുന്നത്. അഹങ്കാര. ഞാനാണ് സൃഷ്ടിക്കുന്നവൻ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനാണ് ഉണ്ടാക്കുന്നവൻ. വേദാന്തത്തിൽ പറഞ്ഞത് അങ്ങനെയാണ്, ഞാൻ ഉണ്ടാക്കുന്നവനാണ്, നീ സൃഷ്ടാവാണ്. അത് അഹങ്കാരം എന്ന് പറയുന്നത് വേദാന്തം അനുസരിച്ച് അത് തിരിച്ചറിയൽ സൃഷ്ടിക്കുകയാണ്. ഞാൻ ശരീരമാണ് എന്ന് സൃഷ്ടിക്കുകയാണ്, ഞാൻ വലിയ ചിന്തകനാണ് എന്ന് സൃഷ്ടിക്കുകയാണ്, ഞാൻ വലിയ അറിവാളിയാണ് എന്ന് സൃഷ്ടിക്കുകയാണ്, ഞാൻ വലിയ പണ്ഡിതനാണ് എന്ന് സൃഷ്ടിക്കുകയാണ്, ഞാൻ നല്ലൊരു അച്ഛനാണ് എന്ന് സൃഷ്ടിക്കുകയാണ്, ഞാൻ നല്ലൊരു അമ്മയാണ് എന്ന് സൃഷ്ടിക്കുകയാണ്, ഞാൻ നല്ലൊരു മകനാണ് എന്ന് സൃഷ്ടിക്കുകയാണ്.
ഈ തിരിച്ചറിയൽ ശക്തമാകുമ്പോൾ ഞാനാണ് ചെയ്യുന്നത് എന്ന് സൃഷ്ടിക്കുകയാണ് അഹങ്കാരം. അപ്പോ ആ നിഴൽ ഉയർന്നു വരും. സ്ട്രോങ് ആയിട്ട് വെളിച്ചത്തിൽ നിൽക്കുമ്പോഴാണ് നിഴൽ വരുന്നത് അല്ലേ? സ്ട്രോങ് ആയിട്ട് നല്ല നല്ല വെളിച്ചത്തിൽ വട്ടം നിൽക്കുമ്പോഴാണ് ശരിക്കും നിഴൽ വീഴുന്നത് അല്ലേ? നിങ്ങൾ അതിനെ സിംബോളിക്കായിട്ടൊന്ന് ചിന്തിച്ചു വെക്കും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായി പറഞ്ഞത് അഹംഭാവപരമായ ആസക്തി ഇല്ലാതെ വേണം ജീവിതത്തിൽ പ്രവർത്തിക്കാനെന്ന്. അഹംഭാവപരമായ ആസക്തി ഇല്ലാതെ പ്രവർത്തിച്ചാൽ ക്രമേണ തെറ്റായ സത്വത്തെ അത് ഇല്ലാതാക്കി കളയും, ലയിപ്പിച്ച് കളയും. അതാണ് യോജിപ്പ്, യോഗം. നിരീക്ഷകനാകുക എന്ന് പറഞ്ഞാൽ സ്വയം അടിച്ചമർത്തലല്ല, നിരീക്ഷിക്കുകയാണ് അവിടെ. വാച്ചിങ്, വാച്ച് ചെയ്യാണ്. വലിയൊരു വാച്ച് ടവറിലിരുന്ന് ചുറ്റും സംഭവിക്കുന്ന എല്ലാത്തിനെയും വാച്ച് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യാണ്. ഇതിനെ തന്നെയാണ് നഫ്സ് എന്ന് പറയുന്നത്. നഫ്സ് എന്നത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് മുസ്ലിങ്ങളില്. നഫ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ ഈ പഠിച്ചു വെച്ചതാണ് സത്യം, യുവമാർ എനിക്ക് ഇട്ട് തന്നതാണ് സത്യം എന്ന ആ നഫ്സിനെ എത്രത്തോളം കട്ടിയാക്കാൻ പറ്റുമോ 1400 1500 വർഷം കൊണ്ട് അത്രത്തോളം കട്ടിയാക്കി തന്നിട്ടുണ്ട്. അത്രത്തോളം സ്ട്രോങ് ആയിട്ട്. പ്രതിപ്രവർത്തനവും അഹങ്കാരവും പ്രതിരോധവുമാണ് അതിന്റെ റിസൾട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. മുസ്ലിങ്ങളിൽ ഉള്ള ആ ഒരു വികാരം പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അഹം. താഴ്ന്ന താഴ്ന്ന ഘട്ടം, താഴ്ന്ന ഘട്ടത്തിലുള്ള നഫ്സ്. അതിനെ ഇപ്പൊ നഫ്സുൽ അമ്മാറ, നഫ്സുൽ മുത്മയിന്ന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും താഴെ തട്ടിലുള്ള ആ ഒരു അഹം, അത് പ്രതിപ്രവർത്തനവും അഹങ്കാരവും പ്രതിരോധവുമാണ് സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ക്ഷമയിലൂടെ മാത്രമേ അത് പക്വത പ്രാപിക്കുകയുള്ളൂ. ക്ഷമയിലൂടെ മാത്രം. നമ്മൾ ഈഗോയെയും അഹങ്കാരത്തെയും നിഷേധിക്കുന്നില്ല, അതിനെ പരിഷ്കരിക്കുകയാണ്. ഹൃദയം, കൽബ്, അത് കണ്ണാടി പോലെ മിനുക്കുകയാണ്. കണ്ണാടി പോലെ എല്ലാം നാമാണ് എന്ന ബോധം ആ കണ്ണാടിയിലൂടെ ഉണ്ടാവും. എല്ലാം. അപ്പൊ പിന്നെ ഈ പറയുന്ന പ്രതിപ്രവർത്തനവും അഹങ്കാരവും പ്രതിരോധവും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ കാണുന്നത്. നിങ്ങളിൽ കാണുന്നത് അതാണ്. നിങ്ങൾ നോക്കിക്കോ. പ്രതിപ്രവർത്തനം, അഹങ്കാരം, അത് കാണിക്കണം, ഇത് കാണിക്കണം, വലിയ പുള്ളിയാവണം, ഏറ്റവും വലിയ പോത്ത് എന്റേതാണ്, ഏറ്റവും വലിയ ഉപവാസം തുറക്കൽ എന്നതിന് പറയണ അത് എന്റേതാണ്. അവിടെ സൃഷ്ടിക്കുന്നത് അതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കൂ. അതിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കുന്നത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ ആരെയാണ്? നിങ്ങളുടെ കൂട്ടത്തില് ആരെയാണ്? നിങ്ങൾ നോക്ക്. നിങ്ങൾ അത്ര നല്ല ഭയങ്കര പെർഫെക്റ്റ് ആളുകളാണ്, ദൈവത്തിന്റെ സ്വന്തം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വില നൽകുന്നത് ആർക്കാണ്? അവരല്ലേ ഏറ്റവും താഴെ തട്ടിലിരിക്കേണ്ട ആൾക്കാര്. അവരിന്ന് നടക്കണം എങ്ങനെയാണ്? ഏറ്റവും വലിയ പോത്തിനാണ് നിങ്ങൾ വില നൽകുന്നത്. നോക്ക് നിങ്ങള്. അവിടെ അഹങ്കാരത്തിന്
അവിടെ അഹങ്കാരത്തിന് നിങ്ങൾക്ക് കണ്ണാടിയില്ല. വിനയമില്ല, ആത്മപരിശോധനയില്ല, ഉത്തരവാദിത്തമില്ല. എന്നിട്ട് ലാസ്റ്റ് എല്ലാം ആ ദൈവത്തിന് വേണ്ടി എന്നാണ് പറയുക. എല്ലാം ദൈവത്തിന് വേണ്ടി. ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന ആ അക്രമങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് സത്യം. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് പഴയ സത്വം മരിക്കുകയാണ്. അതിനോട് വെറുപ്പില്ല. തെറ്റായ ഐഡന്റിറ്റി ഇല്ലാതാവാൻ അനുവദിക്കുകയാണ്. തെറ്റായ ആന്തരികമായ പ്രലോഭനങ്ങളെക്കുറിച്ച് സമൂലമായ സത്യസന്ധത. അപവാദം പറയരുത്, മോശം പറയരുത്, അതൊന്നും ആരും ചെയ്യുന്നില്ല. പാപം എന്ന് പറയുന്നത് യഥാർത്ഥ സ്വഭാവത്തിൽ നിന്നുള്ള വേർപിരിയലാണ്. യഥാർത്ഥ സ്വഭാവം എന്നത് പാപമല്ല. പാപമാണ് എന്ന് വിശ്വസിച്ച് അത് ചെയ്യലാണ്. ഐക്യമാണ് അവിടെ വേണ്ടത്. ആ ദൈവീകതയുമായുള്ള ഐക്യം, ഫോളോയിങ്. തീർച്ചയായും യഥാർത്ഥ ദൈവീകതയെ കിട്ടാൻ ദൈവം തന്നെയാണ് തടസ്സം. ആരുടെ ദൈവം? ഈ മനുഷ്യൻ സൃഷ്ടിച്ച്, ഞാൻ അതാണ് ആദ്യം പറഞ്ഞ, തുടക്കത്തിൽ പറഞ്ഞത്, ഏറ്റവും ആദ്യം പറഞ്ഞില്ലേ, ആദ്യം അവരൊരു മറ സൃഷ്ടിച്ചു. ആ മറയ്ക്ക് മുകളിൽ അദൃശ്യനായ ഒരു ദൈവത്തെ സൃഷ്ടിച്ചു. ആ ദൈവത്തെ സൃഷ്ടിച്ചിട്ട് ആ ദൈവം നിങ്ങളെ ഭയപ്പെടുത്തുന്ന ദൈവമാക്കി വച്ചു. ആ ഭയത്തിൽ നിന്നും മനുഷ്യൻ കാലാനുകാലം അടിമകളായി മാറും. അത് ആത്മീയ അഹങ്കാരത്തിന്റെ കെണിയാണത്. ഇത് ഏറ്റവും നിർണായകമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും നിർണായകമായ ഘട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിലെ. ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു യാത്രയിൽ, നിങ്ങളൊരു യാത്രയിലാണ്. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ, ഇത്രയൊക്കെ കിട്ടി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം, നെക്സ്റ്റ് സ്റ്റേജ്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, മരിക്കുന്ന സമയത്ത് എന്താണോ നിങ്ങൾ നേടിയത് അത് മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുണ്ടാവൂ. ആ സ്റ്റേജിൽ നിങ്ങൾ എങ്ങനെ പോകുന്നു, ആ സ്റ്റേജിൽ എങ്ങനെ പോകുന്നു എന്ന സ്ഥലത്ത് നിന്നാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള നിങ്ങളുടെ ഡെവലപ്മെന്റ്. അത് എവിടെയാണേലും ശരി, ഏത് ലോകത്താണേലും ശരി, എവിടെ നിങ്ങൾ ഉണർന്നാലും ശരി, എന്ത് നിങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ദൈവം പറഞ്ഞ കാര്യങ്ങളെയാണ് പിന്തുടരുന്നത്. അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങള്, കേട്ട കാര്യങ്ങളോ എഴുതി വെച്ച കാര്യങ്ങളോ അല്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. എല്ലാം വിട്ടാൽ നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ ഈ പറയുന്ന ആളുകൾ വരും. അതാണ് ഓരോ മനുഷ്യനിലും പ്രവാചകത്വമുണ്ട്, അവതാര ലക്ഷ്യമുണ്ട്. ഓരോ മനുഷ്യനും അവതാരമാണെന്നാണ് ഈ മനുഷ്യ ജന്മം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു അവതാരമാണ്. അത് ഓരോ മനുഷ്യനിലും റസൂലിയത്ത് ഉണ്ട് എന്ന് പറഞ്ഞത് അവിടെയാണ്. റസൂലാണ് എന്നല്ല, റസൂലിയത്ത് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അതാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് ഇതൊക്കെ അതല്ലേ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് സത്യം എന്നല്ലേ പറയുന്നത്. നിങ്ങളാണ് ആ സത്യം എന്നല്ലേ ഇതെല്ലാം പറയുന്നത്. ഉം. പലരുടെയും ഈ ഒരു ഏഹ്, ഘട്ടം താണ്ടുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ പ്രതിനിധിയാണ്
പ്രതിനിധി. അതാണ് പ്രതിനിധി എന്ന് പറയുന്നത്. പ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിപ്പോ നിങ്ങളിപ്പോ ഒരു ഒരു രാജാവുണ്ട്. ഒരു രാജാവിന്റെ പ്രതിനിധിയായി നിങ്ങൾ ഒരു രാജ്യത്തേട്ട് വിടുവാണ്. നിങ്ങൾ ആ രാജാവ് എന്താണോ അതാണ് നിങ്ങൾ ആ രാജ്യത്ത് കാണിക്കേണ്ടത്. അപ്പൊ നിങ്ങളൊരു ദൈവമായി നിങ്ങളുടെ അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്താണോ അതാ നിങ്ങൾ ഇവിടെ കാണിക്കേണ്ടത്. ദൈവം എന്താണോ അത് കാണിക്കുക. അതിന് കഴിവില്ല എന്ന് പറഞ്ഞിരിക്കരുത്. അതാണ് ആത്മീയത, വ്യാജമായ ആത്മീയത. എത്രയോ ജന്മങ്ങൾ ഇത് മനസ്സിലാക്കിയ അനന്തമായ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മറ്റേത് നിങ്ങൾക്ക് ഇഷ്ടമില്ല, ചൂസിങ് ഓപ്ഷൻ ഇല്ല. ഇത് മനസ്സിലാക്കിയാൽ ചൂസിങ് ഓപ്ഷൻ കിട്ടും. അതാണ് ഏറ്റവും വലിയ സീക്രട്ട്. ഇത് മനസ്സിലാക്കിയാൽ ചൂസിങ് ഓപ്ഷൻ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ലോകത്തു നിന്ന് തന്നെ. ചൂസിങ് ഓപ്ഷൻ ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു ഓപ്ഷനാണത്. അപ്ഡേഷനിൽ അതാണ് നമുക്ക് വേണ്ടത്. അപ്ഡേഷനിൽ അതാണ് നമുക്ക് വേണ്ടത്. ചൂസ് ചെയ്യാൻ പറ്റണം. ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിമുടി മാറണം. അഹം നിങ്ങൾ ഈ മാറ്റം വരുമ്പോൾ ആദ്യം തിരിച്ചു വരുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? ഞാനിത് ശരിക്കും അനുഭവിച്ചതാണ്. ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉണർന്നിരിക്കുന്നു എന്ന ബോധമാണ് ആദ്യം വരിക. അവിടെയാണ് നിങ്ങൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. നിർണായകമായ ഒരു ഘട്ടം എന്ന് പറയുന്നത് അതാണ്. മറ്റുള്ളവരൊക്കെ നോക്കിയിട്ട് ഞാൻ ഇവരെക്കാളൊക്കെ ഉയർന്നതാണ് എന്ന ബോധം ഉള്ളിലിട്ട് വരും. രണ്ടാമത് വരുന്ന ബോധം എന്നാണെന്നറിയോ? ഞാൻ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു, മറ്റുള്ളവർക്കൊന്നും അറിയില്ല. മൂന്നാമതായി വരുന്ന ബോധമാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാനാണ് സത്യം, ഞാനാണ് ദൈവം എന്ന ബോധം. ഞാനാണ് ദൈവം, ദൈവം എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്ന ബോധമില്ലാതെ ഞാൻ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു ബോധം വരും. ഇത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വ്യാജ സത്വമാണ്. അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അത് അഹങ്കാരമാണ്, ഈഗോയാണ്, അഹമാണ്. ലേറ്റസ്റ്റ് മോഡൽ. ഞാൻ മാത്രമേ സത്യമുള്ളൂ എന്ന ബോധം. അവിടെയാണ് മനുഷ്യൻ പറയാൻ തുടങ്ങുന്നത് ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി വന്നത്, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല എന്ന് പറയാൻ തുടങ്ങും. അവിടെ നമ്മൾ വേറൊരു അഹങ്കാരം പ്രകടിപ്പിക്കാൻ തുടങ്ങും. എനിക്ക് പരിഗണന കിട്ടണമെന്ന ബോധം. ഞാൻ ആത്മീയമായി ഉയർന്ന ആളാണ്, എനിക്ക് പരിഗണന കിട്ടണം. ഒരു കുന്തവും മൈൻഡ് ചെയ്യൂല ആരും. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു സാധാ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങണം. ഇറങ്ങി ഏതെങ്കിലും പെട്ടിക്കടയിലോ മാടക്കടയിലോ അല്ലെങ്കിൽ ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലത്തോ പോയിരിക്കണം. അപ്പം മനസ്സിലാവും നിനക്ക് ഒരു വിലയും ഇല്ലടാ നാറി എന്ന്. മനസ്സിലായില്ലേ? അല്ലാതെ വലിയ പുള്ളിയായിട്ടിരുന്ന അതൊന്നും മനസ്സിലാവില്ല. ഇല്ല. ഒരു വില പോലും ഇല്ല എന്ന സത്യം നിങ്ങൾ അതിന്റെ ഇടയിൽ പോയിരുന്നാൽ മനസ്സിലാവും. ഇടയ്ക്ക് പോയി ഇരുന്ന് നോക്കണം. ആ വലിയ ഡ്രസ്സും പെർഫ്യൂം അടിച്ച് ഭയങ്കര പെർഫെക്റ്റ് ആക്കി ഷേവ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന ആ ഒരു കോലത്തിൽ നിന്ന് ഇടയ്ക്ക് മാറിയിട്ട് പോയിരുന്ന് നോക്കണം. ഈ സെഷൻ എടുക്കുമ്പോൾ അല്ലാതെ എന്നെ നിങ്ങൾ ഈ സെഷന് വേണ്ടിയിട്ട് വരുമ്പോഴും നിങ്ങൾ കാണുമ്പോഴുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ള ഡ്രസ്സും ഇതൊക്കെ ധരിക്കുന്നതല്ലാതെ ഒരു സാധാരണ വേഷത്തിലല്ലാതെ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ ആരെങ്കിലും ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ആർ എ കോമൺ മാൻ.
ഒരു സാധാരണ മനുഷ്യനാണ്. അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാവുള്ളൂ. എപ്പോഴും ലോ പ്രൊഫൈൽ ആയിരിക്കണം. ആത്മീയപരമായ ഒരു ബൈപ്പാസ് ആണത്, ഒരു ഒരു ഹൈ സ്പീഡ് ബൈപ്പാസ് ആണിത്. ഇല്ലെങ്കിൽ പ്രശ്നമാവും. അവിടെ നമ്മൾ വൈകാരികപരമായ, ഈ ബൈപ്പാസിൽ നമ്മൾ വൈകാരികപരമായ എല്ലാ വേദനകളും നമ്മൾ ഒഴിവാക്കും. മാനസികപരമായ എല്ലാ മുറിവുകളും നമ്മൾ തള്ളിക്കളയും. നമ്മൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ, എത്ര പവർ നേടിയാലും ഞാൻ ഇവിടെ ഈ ശരീരത്തിൽ ഈ ഭൂമിയിൽ ഇങ്ങനെയാണ്. അവിടെ നമുക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാവൂലെന്ന്. അരക്ഷിതാവസ്ഥ എന്ന് പറഞ്ഞ സംഭവമില്ലേ, അത് ഉണ്ടാവില്ല. എനിക്ക് അനുഭവമാണത്. ഒരിടത്തും അരക്ഷിതാവസ്ഥയില്ല. ഒരു കോമൺ മാനിന് ഒരിടത്തും നിങ്ങൾ എന്തെങ്കിലും കോലം കെട്ടുമ്പോഴാണ് അരക്ഷിതാവസ്ഥ. നിങ്ങൾ കോലം കെട്ടുന്നത് സുരക്ഷിതത്തിന് വേണ്ടിയാണ്, പക്ഷെ കോലം കെട്ടുമ്പോഴാണ് അരക്ഷിതാവസ്ഥ. കോലം കെട്ടാത്ത ഒരാൾക്കും അരക്ഷിതാവസ്ഥയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, എവിടെയൊക്കെ പ്രശ്നമുണ്ടോ അവിടെയൊക്കെ കോലം കെട്ടിയതിന്റെ പേരിലായിരിക്കും അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നത്. നിങ്ങളൊരു നോർമൽ മാന്, ഒരു നോർമലായിട്ട് ആരെയും ഉപദ്രവിക്കാതെ ഒരു പോണ ഒരാൾക്ക് എവിടെയാണ് അരക്ഷിതാവസ്ഥ? സെക്യൂരിറ്റി പ്രോബ്ലം നിങ്ങളുടെ കോലം കെട്ടലിലാണ്, നിങ്ങളുടെ അഹത്തിലാണ്. യഥാർത്ഥ ഉണർവ് വിനയമാണ് വർദ്ധിപ്പിക്കുന്നത്, ശ്രേഷ്ഠതയല്ല. ഒരു ശ്രേഷ്ഠതയുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, എല്ലാ പ്രശ്നങ്ങളും പ്രച്ഛന്ന വേഷത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങളൊരു സാധാരണക്കാരനായി സാധാരണ മനുഷ്യനായി എതിലെങ്കിലും പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിക്കുമോ നിങ്ങളോട്? ഒരിടത്തും ചോദിക്കൂല. ലോകത്ത് ഒരു സ്ഥലത്തും ചോദിക്കില്ല. നിങ്ങൾ ഏത് രാജ്യത്ത് ജീവിക്കുന്ന ആളാണേലും. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണത്. നമ്മൾ ഒന്നിനെ അടിച്ചമർത്തുന്നില്ല. ഈ ഭാഗം എൻ്റെ മോശമാണ് എന്ന് പറയുന്നില്ല നമ്മള്. അടിച്ചമർത്തൽ പറയും, നിങ്ങൾ ഇത് മോശമാണ്, അത് മോശമാണ്, ഇത് മോശമാണ്. നമ്മൾ പറയുന്നത് എല്ലാ ഭാഗത്തിനും ധാരണയാണ്. എല്ലാ ഭാഗത്തിനും. കോപം, അസൂയ, അഹങ്കാരം, അതെല്ലാം നിഴലുകളാണ്. കോപം എന്നത് അതിർത്തി ലംഘിച്ചതിന്റെ ഇതാണത്. അതിർത്തി ലംഘനം മറയ്ക്കാനുള്ളതാണ് കോപം. അരക്ഷിതാവസ്ഥ മറയ്ക്കാനുള്ളതാണ് അസൂയ. അരക്ഷിതാവസ്ഥ മറയ്ക്കാൻ വേണ്ടിയിട്ട്, ലജ്ജ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അഹങ്കാരം. ലജ്ജ മറയ്ക്കാൻ വേണ്ടി. ശ്രദ്ധിച്ചു നോക്കിക്കോ നിങ്ങള്. എനിക്കതില്ല ഇതില്ല എന്നുള്ള ലജ്ജ മറയ്ക്കാൻ വേണ്ടിയിട്ട് അഹങ്കാരത്തിനെ മുന്നിൽ കൊണ്ടു നിർത്തും. അരക്ഷിതാവസ്ഥ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അസൂയ. അവനും ഇല്ലടവേ, ഇവനും ഇല്ല, ആർക്കും ഇല്ലടവേ, പിന്നെ എനിക്കെതിനാ എന്ന് പറയുന്ന അസൂയ. അതിർത്തി ലംഘിക്കുന്നത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കോപം. ഓ, ഞാൻ നിന്നെ ദേഷ്യപ്പെടുത്തി, അവനെ അതിർത്തിയിലേക്ക് ഇടിച്ചു കയറിയിട്ടാണ്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കോപം. നമ്മൾ നമ്മുടെ ഭാര്യയുടെയോ നമ്മുടെ ഭർത്താവിന്റെയോ അതിർത്തിയിലേക്ക് ഇടിച്ചു കയറിയിട്ട് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് കോപം. അവരുടെ അതിർത്തിയിലേക്ക് കയറിയിട്ടാണ് ഈ കോപം ഉണ്ടാവണത്. നോക്കിയോ നിങ്ങള്. എന്ത് ഡ്രസ്സും ധരിക്കട്ടെ, എന്തും ചെയ്യട്ടെ, ഒരിക്കലും നിങ്ങൾ അതിൽ പോലും നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കരുത്. അതൊക്കെ സൂപ്പർ. മനസ്സിലായില്ലേ? അവരിടുന്ന ഡ്രസ്സും എല്ലാം എല്ലാരും ഇടുന്നത് എല്ലാം സൂപ്പറാണെന്ന്. ഒന്നിലും നിങ്ങൾ അങ്ങനെയൊന്നും കണ്ടെത്തരുത്. ഒന്നും മോശമല്ല. അതെല്ലാം നാച്ചുറലായി ഇവിടെ സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് തടഞ്ഞു നിർത്താനൊന്നും കഴിയുന്ന കാര്യങ്ങളല്ല അത്. അപ്പൊ നിങ്ങളത് ഹായ് ഹാപ്പി അടിപൊളി. ഇപ്പൊ ഇങ്ങനെ പുതിയ ഡ്രസ്സ് ഇറങ്ങിയിട്ടുണ്ടോ? അടിപൊളി സൂപ്പർ. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോ, വേണ്ടെങ്കിൽ ഇടണ്ട. അവിടെ നമ്മൾ അവബോധത്തിലാകുകയാണ്, അനുകമ്പയിലാകുകയാണ്, ഉത്തരവാദിത്തത്തിലാകുകയാണ്, പരിവർത്തനത്തിലാകുകയാണ്. അവിടെ നമ്മൾ ഒരു നിഷേധവുമില്ല. ഒരു നിഷേധവും ഇല്ല. ആഹ്ലാദവുമില്ല.
ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാകുന്ന സന്തോഷം മാത്രം. അതൊക്കെ അവരുടെ ഇഷ്ടം. നാണം മറയ്ക്കണോ വേണ്ടിയോ എന്നതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. എന്ത് നിർബന്ധം? ഓരോ ട്രെൻഡ്, അതൊക്കെ അതിലൊന്നും അതിലിടപെടാൻ പോയാൽ നിങ്ങൾക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ. അതിലിടപെടാൻ പോയാൽ, അത് ചിന്തിക്കാൻ പോയാൽ നിങ്ങളുടെ അത്രയും ചിന്ത അതിനു വേണ്ടി വേസ്റ്റ് ആവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ആ നിഴലിനെ കാണണം. മറ്റുള്ളവരിലെ ഏത് സ്വഭാവമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് എന്ന് നോക്കണം. അതാണ് നിഴലിനെ പ്രതിപാദിക്കുന്നത്. മറ്റുള്ളവരിലെ ഏത് സ്വഭാവം, മറ്റുള്ളവരിലുള്ള ഒരു സ്വഭാവം, ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ നിഴൽ. അത് എവിടെയാണ് ആ നിഴല് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിന്റെ പ്രതിരോധ ശേഷി എത്രത്തോളം ഉണ്ട്? നിങ്ങൾ അവിടെ സൗമ്യത പാലിക്കുക. നിഴലിനെ വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ കഴിയൂല. അത് ഓട്ടോമാറ്റിക്കലി ഇല്ലാതെ ആകണം വെളിച്ചം വരുമ്പോൾ. സ്വയം നിരസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഉണരാൻ കഴിയില്ല. അതൊക്കെ എനിക്കുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. അത് നിഴലാണത്. അതൊരു നിഴലാണത്. സത്യമായിട്ടും അത് നിഴലാണ്. ഒരു ഒരു ട്രാൻസ്ജെൻഡറിനെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളില് ദേഷ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു നിഴലാണ്. അവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവരും അവരും ഞാൻ തന്നെയാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. എന്തോ ഒരു സാഹചര്യം കൊണ്ട് അവരങ്ങനെ ആയി. അവരുടെ സാഹചര്യം എന്താണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അവരുടെ മനസ്സെന്താണെന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നുള്ള ബോധ്യം. അവര് ആ അവര് ഇപ്പം അങ്ങനെയല്ലേ വസ്ത്രം ധരിച്ച് നടക്കുന്നത്. അത് ചുമ്മാ ധരിച്ച് നടക്കുന്നതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വയം നിരസിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ നിരസിക്കുന്നതിലൂടെ സ്വയമാണ് നിരസിക്കുന്നത്. നിങ്ങൾ പൂർണ്ണനാകുന്നതിലൂടെയാണ് ഉണർവുണ്ടാകുന്നത്. നിങ്ങൾ പൂർണ്ണമാകുന്നതിലൂടെ എല്ലാം ഒന്നാണ് എന്ന ബോധ്യം വരും. നിഴലില്ലാത്ത വെളിച്ചം. നിഴലില്ലാത്ത വെളിച്ചം മിഥ്യയാണ് സൃഷ്ടിക്കുന്നത്. വെളിച്ചമില്ലാത്ത നിഴൽ നിരാശ സൃഷ്ടിക്കും. സംയോജിതമായ ഉണർവ് മാത്രമാണ് അനുകമ്പ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ പൂർണ്ണനാകുന്നതിലൂടെയാണ് ആ ഉണർവ് ഉണ്ടാകുന്നത്. വ്യാജസത്വം, നിങ്ങളുടെ നിഴൽ ഒരിക്കലും ശത്രുവായിരുന്നില്ല. അതൊരു സംരക്ഷണമായിരുന്നു. ഒരിക്കലും ശത്രുപക്ഷത്ത് നിങ്ങൾ നിർത്തരുത്. ഇപ്പോൾ നിങ്ങൾ ആ നിഴലിനെ പുറത്തുവിടാൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെ പുറത്തുവിടാൻ ശക്തരായി മാറിയിരിക്കുകയാണ്. അതാണ് സത്യം. ശക്തരായി മാറിയിരിക്കുക. ആ നിഴലിനെ ശ്വാസമെടുത്ത് പുറത്തേട്ട് ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുന്നത് പോലെ ആ നിഴലിനെ വിടാൻ, അത് നിങ്ങളുടെ സംരക്ഷണമായിരുന്നു. അത് മനസ്സിലാക്കുക, സംരക്ഷണമായിരുന്നു എന്ന്. ഈ നിങ്ങളുടെ അസൂയയും കുശുമ്പും നിങ്ങളുടെ കുന്നായ്മയും എല്ലാ പ്രശ്നങ്ങളും നമ്മളെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ടായിരുന്നത് എന്താണോ അതെല്ലാം ഒരു സംരക്ഷണമായിരുന്നു. ഇപ്പോൾ അതിനെ പുറത്തുവിടാൻ നമ്മൾ ശക്തരായിരിക്കുകയാണ്. ശ്വാസം എടുക്കാൻ പഠിച്ചിരിക്കുകയാണെന്ന് പറയാം. ശ്വാസം എടുക്കാൻ പഠിച്ചിരിക്കുകയാണ്. അവശേഷിക്കുന്നത് നിത്യമായ സാന്നിധ്യം മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിൽ അവശേഷിക്കുന്നത് നിത്യമായ സാന്നിധ്യം മാത്രമാണ്. ഈ ശക്തി നേടുന്നതിലൂടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ശ്വസിക്കാൻ കഴിയും. അതാണ് സത്യം. അതാണ് ശ്വാസവും നമ്മളും തമ്മിലുള്ള ബന്ധം. എല്ലാ നിഴലും ഉപേക്ഷിക്കുക. അതിനെ പുറത്തുവിടാനുള്ള ശക്തി